ഫസ്റ്റ് ഓൺ 24 തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ സ്വർണ്ണ മോഷണത്തിൽ പോലീസിന് ചില നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മോഷണത്തിന് കൊട്ടാരത്തിനകത്ത് നിന്ന് സഹായം ലഭിച്ചെന്നാണ് നിലവിലെ നിഗമനം. അംഗങ്ങളുടെയും ജീവനക്കാരുടെയും സ്ഥിരം അതിഥികളുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. മേഘ്ന മുരളി തിരുവനന്തപുരം ചെയ്യുന്നു. മേഘ്ന, അതീവ സുരക്ഷാ മേഖലയിലെ മോഷണം ശരിക്കും പോലീസിനെ വട്ടം കറക്കുകയാണ്. കള്ളൻ എവിടെയെന്ന ചോദ്യത്തിന് പതിയെ ഉത്തരത്തിലേക്ക് എത്തുന്നു. വെറുതെ വന്ന് കള്ളൻ കൊണ്ടുപോയതല്ല, കൃത്യമായ സഹായം അതും അകത്തുനിന്ന് ലഭിച്ചെന്നത് അതിനിർണായകമായ സൂചനയാണ്. നിലവിൽ അന്വേഷണവുമായി നമുക്ക് ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് മേഘ്ന? കന്റോൺമെന്റ് പോലീസ് കള്ളനെ അന്വേഷിച്ച് ഇങ്ങനെ കാലങ്ങൾ കടന്നു പോവുകയാണ്. ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷെ നിർണായക നീക്കങ്ങളുമായാണ് ഇപ്പോൾ കന്റോൺമെന്റ് എസിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിൽ കൊട്ടാരത്തിനകത്തുള്ളവരെ അടക്കമാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മോഷണം നടന്നിട്ടുള്ളത് കൊട്ടാരത്തിന്റെ 2ാം നിലയിലെ കിടപ്പുമുറിയിലുള്ള ഇരുമ്പ് അലമാരയുടെ ലോക്കറിലാണ്. അവിടെ നിന്ന് ഈ വജ്രാഭരണങ്ങളടക്കം പോയിട്ടുണ്ടെങ്കിൽ അത് കൊട്ടാരത്തിനകത്തുള്ള ജോലിക്കാരുടെയോ മറ്റോ അറിവോടുകൂടി എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിക്കാരെ അടക്കം കുടുംബാംഗങ്ങളെ അടക്കമുള്ളവരെ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. അതിൽ കൊട്ടാരത്തിനകത്തുള്ളവരിലേക്ക് അന്വേഷണം എത്തുന്നു. അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇതിനെക്കുറിച്ച് അറിയാമോ എന്നുള്ളത് തന്നെയാണ് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ പരാതിയിലാണ് നിലവിൽ കന്റോൺമെന്റ് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു കാലയളവിൽ യൂട്യൂബർമാരടക്കം കൊട്ടാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.